നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ സ്ത്രീ പീഡന കേസിൽ കോടതി വിധി പറഞ്ഞു. ഈ കേസിൽ 1-2 വർഷമല്ല, തുടർച്ചയായി 9 വർഷമാണ് ഒരു സ്ത്രീയെ 50ഓളം പേർ ബലാത്സംഗം ചെയ്തത്. അതിന് കൂട്ടുനിന്നത് അവരുടെ സ്വന്തം ഭർത്താവും. ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം അന്യപുരുഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ഭർത്താവ് ഒത്താശ ചെയ്യുകയായിരുന്നു. എന്നിട്ട് അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് രസിച്ച് കാണുകയായിരുന്നു ഈ സൈക്കോ ഭർത്താവിന്റെ രീതി. 71-കാരിയായ ഗിസ്ലെ പെലിക്കോട്ടിന്റെ മുൻ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ടിനെ വ്യാഴാഴ്ച കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഡൊമിനിക്കിന് 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ഒരു പതിറ്റാണ്ടിനടുത്ത് ഭാര്യയ്ക്ക് മയക്കുമരുന്ന് നൽകുകയും അപരിചിതരെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യിച്ച് വീഡിയോ കണ്ട് രസിക്കുകയും ചെയ്ത ഭർത്താവിന്റെ കേസ് ഫ്രഞ്ച് മാധ്യമങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. ശിക്ഷയുടെ മുന്നിൽ 2 കാലാവധി പൂർത്തിയാകും വരെ ഡൊമിനിക് പെലിക്കോട്ടിന് പരോളിലും അർഹത ഉണ്ടായിരിക്കില്ലെന്നും അവിഗ്നലിലെ ക്രിമിനൽ കോടതി ജഡ്ജി റോജർ അരാറ്റോ പ്രഖ്യാപിച്ചു. മറ്റ് 50 പ്രതികളെയും 27 മുതൽ 74 വയസ്സ് പ്രായമുള്ളവർ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചു. 3 മുതൽ 20 വർഷം വരെയാണ് ഇവരിൽ മിക്കവർക്കും ജയിൽ ശിക്ഷാ കാലാവധി. 4 മുതൽ 18 വർഷം വരെ കാലത്തെ ജയിൽ ശിക്ഷയാണ് മറ്റു പ്രതികൾക്ക് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെട്ടത്. 50 പ്രതികളിൽ ഭൂരിപക്ഷം പേരും തങ്ങൾക്കെതിരായ ബലാത്സംഗ കുറ്റം നിഷേധിച്ചു. ഡൊമിനിക് തങ്ങളെ ഓൺലൈനിൽ ബന്ധപ്പെടുകയായിരുന്നെന്നും ദമ്പതികളുടെ സമ്മതത്തോടെയുള്ള സെക്സ് ഗെയിമായിരുന്നു എന്നും വാദിച്ചു. ഭർത്താവ് അംഗീകരിച്ചാൽ അത് ബലാത്സംഗമാകില്ലെന്നും വാദിച്ചു നോക്കിയെങ്കിലും വില പോയില്ല. ഭർത്താവിനെതിരായ വിചാരണ നടക്കുന്ന കോടതിയിലേക്ക് ഗിസ്ലെ മുഖം മറയ്ക്കാതെ തലയുയർത്തിപ്പിടിച്ചാണ് എത്തിയത്. ഏറ്റവും സുന്ദര വസ്ത്രം ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് അവർ എത്തിയത്. തന്റെ പേരും മുഖവും മറക്കേണ്ടതില്ലെന്നും രഹസ്യ വിചാരണ വേണ്ടെന്നും അവർ പ്രഖ്യാപിച്ചു. നാണിക്കേണ്ടത് താനല്ല, തന്നെ ഉപദ്രവിച്ചവരാണെന്നും ആ 72-കാരി പറഞ്ഞപ്പോൾ സ്ത്രീ സമൂഹം അത് ഏറ്റുവാങ്ങി. കേസ് ഇങ്ങനെയാണ്. ഗിസ്ലെ പെലിക്കോട്ട് എന്ന 71-കാരിയായ 3 മുതിർന്ന കുട്ടികളുടെ ഒരു അമ്മയാണ് ഇവർ. ഇവരുടെ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ട് അടക്കം 50ഓളം പേർ കേസിലെ പ്രതികളാണ്. കേസ് വന്നപ്പോൾ മക്കൾ ഒന്നടങ്കം അമ്മയ്ക്കൊപ്പം നിന്നു. പണത്തിന് വേണ്ടിയല്ല ഡൊമിനിക് പെലിക്കോട്ട് ഇത് ചെയ്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു സെക്സ് സൈക്കോയാണ് ഇയാൾ എന്നാണ് സംശയം. 2020 നവംബറിൽ തെക്കൻ ഫ്രാൻസിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രം പകർത്താൻ ശ്രമിക്കവെയാണ് ഡൊമിനിക് പെലിക്കോട്ട് പിടിയിലായത്. എസ്കലേറ്ററിന്റെ അടിയിൽ നിന്ന് സ്ത്രീകളുടെ ഗൗണിനൊക്കെ അടിയിലേക്ക് ക്യാമറ വെച്ച് ചിത്രം പകർത്താനാണ് ഇയാൾ ശ്രമിച്ചത്. ഞരമ്പ് രോഗിയായ ഒരു വൃദ്ധൻ എന്ന രീതിയിലാണ് പോലീസ് ആദ്യം ഈ കേസിനെ സമീപിച്ചത്. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും കണ്ടപ്പോഴാണ് പോലീസ് നടുങ്ങിയത്. സ്വന്തം ഭാര്യയെ ആളുകൾ ഭോഗിക്കുന്നതിന്റെ 20,000-ലേറെ ഫയലുകളാണ് ലാപ്ടോപ്പിൽ കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. മയക്കുമരുന്നുകൾ ഭാര്യയുടെ ഭക്ഷണത്തിലോ വീഞ്ഞിലോ കലർത്തുക ഇയാളുടെ പതിവായിരുന്നു. തുടർന്ന് ഓൺലൈൻ ചാറ്റ് റൂം വഴി പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ശേഷം ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. 2011-നും 2020-നും ഇടയിലാണ് ഈ പീഡനങ്ങളെല്ലാം നേരിടേണ്ടി വന്നത്. ഈ വർഷം മെയ് മാസത്തിൽ മാത്രമാണ് ദൃശ്യങ്ങൾ കാണാനുള്ള ധൈര്യം തനിക്ക് ലഭിച്ചതെന്നും അവർ 5 ജഡ്ജിമാരുടെ പാനലിനോട് പറഞ്ഞു. കേസ് കോടതിയിലെത്തിയപ്പോൾ രഹസ്യ വിചാരണ വേണ്ടെന്നും എല്ലാം പരസ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെടുകയായിരുന്നു. അമ്മയ്ക്ക് എല്ലാ രീതിയിലും പിന്തുണ കൊടുത്ത 3 മക്കളെയും കോടതി അഭിനന്ദിച്ചു. കേസിൽ പ്രദേശത്തെ പൗരപ്രമുഖന്മാരായ 50ഓളം പേരാണ് അറസ്റ്റിലായത്. വിചാരണ നേരിടുന്ന 50 പുരുഷന്മാരിൽ ഒരു പ്രാദേശിക കൗൺസിലർ, മെയിൻ നഴ്സ്, ഒരു പത്രപ്രവർത്തകൻ, ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ജയിൽ ഗാർഡ്, സൈനികൻ, അഗ്നിശമന സേനാംഗം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും തെക്കൻ പാരീസിലുള്ളവർ തന്നെയാണ്.